നാളെ 2025 ജൂൺ മാസം 14-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, അടുത്ത 3 ദിവസം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 14-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 15-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 16-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിനിടെ 204 മില്ലിമീറ്ററിന് മുകളിലുള്ള മഴയാണ് വടക്കൻ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നതെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്നത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കും. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നിലവിൽ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ജൂൺ 14 മുതൽ 16 വരെ കേരളത്തിനു മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത, അതായത് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള മാനദണ്ഡങ്ങളായ 1000 സ്ക്വയർ ഫീറ്റ് വീട്, 4 ചക്രവാഹനമോ അതിൽ കൂടുതലുള്ള ചക്രങ്ങളുള്ള വാഹനമോ ഉള്ള ആളുകൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ തുടങ്ങിയ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അഥവാ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി 30/6/2025 വരെ നീട്ടിയിട്ടുണ്ട്. അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ 30/6/2025 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ജൂൺ 15 എന്നുള്ളതാണ് ജൂൺ 30ലേക്ക് നീട്ടിയിരിക്കുന്നത്. അടുത്തൊരു അറിയിപ്പ്, ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി ജൂൺ 14-ന് അവസാനിക്കുകയാണ്. ആധാർ കാർഡ് ഉടമകൾക്ക് 2025 ജൂൺ 14 വരെ അവരുടെ തിരിച്ചറിയൽ വിലാസരേഖകൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെന്റ് സെന്ററിൽ തന്നെ പോകേണ്ടി വരും. കൂടാതെ 50 രൂപ ഫീസും അടക്കേണ്ടി വരും. UIDAI നിയമങ്ങൾ അനുസരിച്ച് ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ 10 വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്തൊരു അറിയിപ്പ്, രാജ്യത്ത് ട്രെയിൻ യാത്രക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ജൂലൈ 1 മുതൽ ആധാർ നിർബന്ധമാക്കി റെയിൽവേ മന്ത്രാലയം. മൊബൈൽ ഫോണിൽ വരുന്ന OTP നൽകി മാത്രമേ IRCTC വെബ്സൈറ്റിലൂടെയോ ആപ്പിലൂടെയോ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകൂ. ബുക്കിംഗ് സമയത്ത് ഉപയോക്താക്കൾ നൽകുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. കൗണ്ടറുകൾ വഴിയോ അംഗീകൃത ഏജന്റുമാർ വഴിയോ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. ജൂലൈ 15 മുതൽ ഇത് സമ്പൂർണ്ണമായി നടപ്പിലാക്കുമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. ഗ്രാമിന് 195 രൂപ കൂടി 9295 രൂപയും പവന് 1560 രൂപ കൂടി 74,360 രൂപയുമാണ് വിപണി വില. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഉയർന്ന നിരക്കായ 74,320 രൂപയിൽ സ്വർണ്ണവില എത്തിയിരുന്നു. ഈ റെക്കോർഡാണ് ഇന്ന് തകർന്നത്. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.